ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവളുടെ പേരാണ് നസ്രിൻ. ആ ഫോം പിടിച്ചിരിക്കുന്ന കുട്ടീൻ്റെ പേര്. ഇവളുടെ പേരാണ് അഹല്യ. ഇപ്പം ഞാൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഇതിൽ ഞങ്ങൾ നസ്രിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. നസ്രിൻ്റെ വീട്ടിൽ ഇച്ചു എന്നാണ് കേട്ടോ വിളിക്കാം. അപ്പോൾ ഉപ്പയമ്മയ്ക്ക് വെയിറ്റിംഗ് ആണ്. അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. എൻ്റെ വീട്ടിലേക്കാണ് പോയിരുന്നു. എൻ്റെ വീട്ടിൽ ഗൈസ്, നമ്മൾ നസ്രിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് നമ്മൾ ഇവർ എൻ്റെ വീട്ടിലേക്ക് വരികയാണ്. ഗേൾസ് കഴിക്കാം ഒന്നുമില്ല, ഫുഡ് കഴിക്കാൻ പോകുന്നില്ലേ. അങ്ങനെ ഞങ്ങൾ മെട്രോയൊക്കെ ഇറങ്ങിയിട്ട് നേരെ ബസ്സിനാണ് പോയത്. കുറച്ചങ്ങോട്ട് ദൂരമുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ ഞങ്ങൾ മൊമോസൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് മൊമോസൊക്കെ വാങ്ങിയിട്ട് പോയി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി വീട്ടിലെത്തിയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്ക്, അവളുടെ വീടിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്ക് അവളുടെ ഉപ്പ പിക്ക് ചെയ്യാൻ വരും. ഉപ്പാനോട് ഹായ് പറയാം. ആരുമില്ല, വെറുതെ ഹായ് പറഞ്ഞാൽ. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ വയറ് നിറയെ കഴിക്കാനുള്ള ഫുഡ് ഉണ്ടായിരുന്നു. എൻ്റെ ദൈവമേ, എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പയമ്മേ. വേറൊരു വീട്ടിലേക്ക് പോയ ഫീൽ ഉണ്ടായിരുന്നില്ല അല്ലേ? വേറൊരു വീട്ടിലേക്ക് പോയ ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. ഫുൾ എന്താ പറയുക, അവിടുത്തെ രണ്ട് കുട്ടികളങ്ങനെ അതേപോലെ തന്നെ ബാക്കി ഞങ്ങൾ രണ്ടുപേരെ അഡോപ്റ്റ് ചെയ്ത പോലെ ഇരുന്ന് സ്വന്തം മക്കളെ പോലെ ഇരുന്ന് നോക്കുന്നുണ്ടായിരുന്നേ. അതെ, ആ ഏറ്റെടുത്തു. പിന്നെ ഞങ്ങൾ എന്താ പറയുക, ഒരു പീലിംഗ് സൊല്യൂഷൻ എടുത്തായിരുന്നു. അത് അവൾ ആദ്യം ഇട്ടത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാനും അഹൂച്ചി ഇട്ടു. അങ്ങനെ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 10 മിനിറ്റ്സ് ഇട്ട് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ട്. നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. പ്ലിക്സിൻ്റെ പൊമഗ്രാനൈറ്റ് പീലിംഗ് പോർഷനാണ്. അത് കഴിഞ്ഞിട്ട് കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു. കട്ട്ലേറ്റ് കഴിച്ചു, ബർഗർ കഴിച്ചു. പിന്നെ അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് അവളുടെ ഉപ്പ അവൾക്ക് പാടി അയച്ചു കൊടുത്തൊരു പാട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്ക് ചായയൊക്കെ കുടിച്ച്. പിന്നെ അവിടെ കുറേ പൂച്ചകളുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അവിടെ ഭയങ്കര ഒരു സമാധാനമാണ്. നമ്മൾ വീട്ടിലേക്ക് പോയാൽ എങ്ങനെയാണ്, നമുക്ക് വേറെ വീട്ടിലേക്ക് പോയ പോലെ ഒന്നും ഫീലേ ആവില്ല. അത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവളുടെ അനിയത്തി വന്നു. പിന്നെ നൈറ്റ് ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റെഡിയായി ഒരുങ്ങി ഫുൾ ഗെറ്റപ്പായിട്ട് ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്. നല്ല രസമായിരുന്നു ഫുൾ ആ ഒരു ഡേ. അങ്ങനെ ആ ഒരു ഫാമിലിയായിട്ട് ഭയങ്കര കണക്റ്റായി ഞങ്ങൾ. എവിടെ പോന്ന്? ബീച്ചിൽ. ഇന്ന് നൈറ്റത്തെ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വെച്ചിട്ടാണ് നൈറ്റ് ഇറങ്ങി. കാറിൽ ഞങ്ങൾ 4 ഗേൾസും പിന്നെ അവളുടെ കസിൻ ബ്രദർ ഉണ്ടായിരുന്നു. ആളായിരുന്നു വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നത്. ഉപ്പയും ഉമ്മയും വന്നത് സ്കൂട്ടിയിലാണ്. അങ്ങനെ ഞങ്ങൾ ചെറായി ബീച്ചിലേക്കാണ് പോയത് കേട്ടോ. ചെറായി ബീച്ചിലേക്ക് പോയി അവിടെ കുറേ ഓടി നടന്ന് ഫുള്ള് വെള്ളമൊക്കെ ആക്കി അല്ലേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫൈനലി ചെറായി. ശരിക്കും പറഞ്ഞാൽ ഇതെന്റെ ചാനലല്ല ഗൈസ്, പക്ഷെ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇപ്പൊ എന്റെയിലാണ്. ഇവളുടെ ചാനൽ. ബീച്ച് കണ്ടില്ലേ ഗൈസ്? ബീച്ചിന്റെ തിരമാല അടിക്കുന്ന ശബ്ദം. ഉപ്പയമ്മയും കുറച്ച് കഴിഞ്ഞിട്ടാണ് എത്തിയത്. അപ്പോഴേക്ക് ഞങ്ങൾ അവിടെ പോയി എല്ലാം സെറ്റാക്കി ഫുള്ള് കളിയും ചിരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല രസമാണ് നൈറ്റ് ബീച്ചിൽ ഇങ്ങനെ പോയിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവരുടെ കൂടെ ആയപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഭയങ്കര ഒരു ഫ്രീ മൈൻഡഡ് ആയിരുന്നു. കാരണം സ്റ്റഡീസ് മാത്രമായിട്ട് ഞങ്ങളിങ്ങനെ നിന്ന സമയത്താണ് ഇവളുടെ വീട്ടിലേക്ക് പോകാമെന്നുള്ളൊരു പ്ലാനിട്ടെ. അങ്ങനെ പോയപ്പോൾ നമുക്ക് തോന്നൂലേ ഒരു
വീട്ടിലേക്ക് പോകുമ്പോൾ എന്താ പറയുക, ഒരു ഡിസ്റ്റൻസ് നമ്മളെപ്പോഴും കീപ്പ് ചെയ്യുമല്ലോ. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമേ വന്നിട്ടില്ല. കാരണം ഉപ്പയും ഉമ്മയും സ്വന്തം മക്കളെ പോലെ ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോഴും സ്റ്റിൽ ഞങ്ങളെ എങ്ങനെ പറയുക, എൻ്റെ ബാക്കി 2 മക്കളെവിടെ അങ്ങനെയാണ് ചോദിക്കുക. ഇത് ആക്ച്വലി കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ്. പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ട് ഞാൻ കുറച്ച് ലാഗാക്കിയതാണ്. പിന്നെ ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞിട്ട് നേരെ എന്തെങ്കിലും തണുത്തത് എന്തെങ്കിലും കുടിക്കാമെന്ന് വെച്ചിട്ട് നേരെ പോയി ഞങ്ങൾ പാഷൻ ഫ്രൂട്ട് കുലുക്കി കുടിച്ചു. ബട്ട് അഹല്യയും ഉപ്പയും വേറെ കസിൻ ബ്രദറും കൂടി വേറെ അയാത്തും വേറെ സ്ഥലത്തേക്ക് പോയിട്ട് ചായയും പിന്നെ എന്തൊക്കെയോ ജ്യൂസൊക്കെ കുടിച്ചേ. പക്ഷെ ആ ജ്യൂസിൻ്റെ കഥയൊക്കെ വൻ കോമഡിയാണ്. ഇവള് എന്ത് വാങ്ങണോ അന്ന് വാങ്ങി എല്ലാതും മൂഞ്ചലായിരുന്നു. ഒന്നും അവൾക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല. ഇതായിരുന്നു ആ ജ്യൂസ്, ഒരു സിറപ്പ് ഒഴിച്ച സാധനം പോലെ കുടിച്ച്. നിനക്ക് എന്തും പോവും. അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ കുടിച്ചിട്ട് എനിക്ക് ആകെ ഛർദ്ദിക്കാൻ വന്നു. ബിക്കോസ് എനിക്കൊന്നാമത് സിറപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആളാണ്. പിന്നെ ഞാൻ ഒന്നാമത് പാഷൻ ഫ്രൂട്ടിൻ്റെ കുലുക്കി കുടിച്ച് വായൊക്കെ നല്ലൊരു ടേസ്റ്റിൽ കൊണ്ടുവന്നിട്ട് നേരെ ഞാൻ ഇത് കുടിച്ചപ്പോഴേക്ക് ഞാനാകെ ഫ്ലാറ്റായിപ്പോയി. എനിക്കൊന്നും പറയാനില്ല. പിന്നെ ഉപ്പാനോട് പാട്ട് പാടുന്നൊക്കെ പറഞ്ഞ് ഫുള്ള് ഉപ്പ നന്നായിട്ട് പാട്ട് പാടും. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ വേറൊരു ഷോപ്പ് പോയി. ഇവരുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പ് തന്നെയാണ് കേട്ടോ. എത്താനായപ്പോൾ ഞങ്ങൾ അവിടെ കയറി. ഞാനും മീച്ചും ഗ്രേപ്പ് മൽബെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു. എല്ലാവരും വേറെ വേറെ ഐറ്റംസ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആഹുച്ചി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വാട്ടർമെലൺ മൊയ്റ്റോ, അതും പാളി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എന്താ പറയുക, അത്രയും നല്ലൊരു പീസ്ഫുൾ അടിപൊളി നമ്മളെ സെയിം വൈബിന് മാച്ചായിട്ടുള്ള പാരൻസൊക്കെ ആയിട്ടുള്ള ഒരു ഡേ. അത്രയും അടിപൊളി പാരൻസ് ആയിരുന്നു. നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് നല്ല ജോളിയായിട്ടാണ് പോയത്. കുറച്ച് മീൻസ് ടയേർഡാണെന്നുണ്ടെങ്കിലും നല്ല സെറ്റായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.